11:40 സമയം. ഞാൻ എൻ്റെ വീട്ടിലാണ്. ഇതാണ് എൻ്റെ വീട്. ഇന്ന് ഫെബ്രുവരി 14, 2026. ഓക്കെ, ഹിയർ ഐ ആം. ദീപ എസ് പണിക്കർ ഈസ് ഹിയർ ഇൻസൈഡ് മൈ ഹൗസ്. സഹദേവ മന്ദിരം, ഓലട്ടിയമ്പലം ബിയോ, മാവേലിക്കര. മൈ ഹൗസ് നമ്പർ ഈസ് 89. ദ പ്രോപ്പർട്ടി സർവേ ഈസ് 7/28, 7/32, 7/33. ഇവിടെയാണ് ഈ ഹൗസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 3 പ്രോപ്പർട്ടി ഒന്നിച്ച് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സർവേ നമ്പേഴ്സാണ്. ഞാനിവിടെയാണ്, ഒറ്റയ്ക്കാണ്. കുറേ ആൾക്കാർ ഇതുവഴി ഇങ്ങനെ നടന്നിട്ട് കഥയുണ്ടാക്കുന്നതിനെക്കുറിച്ച് ഇങ്ങോട്ട് വരുന്നതാണെന്ന് സിജി സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ എൻ്റെ ഭർത്താവാകാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ വലിയ കള്ളക്കഥകൾ. പിന്നെ കുറേ അവന്മാർ അവിടെ ഇവിടെയും ഈ സദാനന്ദ മന്ദിരത്തിൽ ഇവിടെയും ഒരു വൃന്ദയെന്ന് പറയുന്നവൾ എന്നെക്കുറിച്ച് ഞാനായിട്ട് അഭിനയിക്കുക. അതുപോലെ തന്നെ ശ്രീലത എന്ന് പറയുന്നവൾ ഞാനായിട്ട് അഭിനയിക്കുക. നമ്മളിവിടെയാണ് ഉള്ളത്. ഇവിടെ ആരുമില്ല. ഇങ്ങനെ നമ്മുടെ ഭർത്താവാക്കാൻ സംബന്ധം ഉണ്ടാക്കുന്ന കഥകളൊക്കെ ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ഇവിടെ പരിപാടി. എൻ്റെ വീട്ടിൽ ആരോടെങ്കിലും വന്നാൽ ആരാണ്ട് വരുന്നതെന്ന് പറയുക. നമ്മുടെ ഒരു ക്യാമറ ടെക്നീഷ്യൻ വന്നാലും ആരോ ആണുങ്ങൾ വന്നെന്ന് പറഞ്ഞ് കഥയുണ്ടാക്കുക. ഇങ്ങനെ പല പല വൃത്തികെട്ട രീതിയിൽ കഥകളുണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മൾ ഒരു പെണ്ണ് തന്നെ താമസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു ക്യാമറ എന്തെങ്കിലും പറ്റിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറ്റിയ ആരെങ്കിലും വിളിച്ചാൽ അതോടനെ വേറെ രീതിയിലാണോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കഥകളുണ്ടാക്കുക വലിയ ശല്യമായിട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ അതുപോലെ ഈ വൃന്ദയെന്ന് പറയുന്ന പോലെ നമ്മളുമായിട്ട് ഞാനായിട്ട് അങ്ങ് ആൾമാറാട്ടം നടക്കുക, ശ്രീലത ആൾമാറാട്ടം നടത്തുക. പിന്നെ എൻ്റെ ഫോൺ എപ്പോഴും അവിടെ ഇവിടെയൊക്കെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. നമ്മളിവിടെയാണ്. നമ്മളിത് എടുത്ത് ഫേസ്ബുക്കിലോട്ട് ഇടുമ്പം കറക്റ്റ് ലൊക്കേഷൻ വരും. അതുവരെ മോഹൻ സിംഗിൻ്റെ ഈ സദാനന്ദ മന്ദിരത്തിലെ ഈ വീട്, ഇല്ല കാണുന്ന ഈ വീട് ലൊക്കേഷൻ കാണിക്കുക. പിന്നെ ഒരു പച്ചക്കറിക്കടക്കാരുടെ വീട്ടിലെ ലൊക്കേഷൻ കാണിക്കുക. ഇതൊക്കെയായിരുന്നു പരിപാടികൾ. ഇപ്പം പിന്നെ അവരുടെ വീട് കാണിക്കുന്നില്ല. അങ്ങനെ പല പല കള്ളത്തരങ്ങളുമായിട്ട് നടക്കും. ഈ പച്ചക്കറിക്കാരി ഇവനുമായിട്ട് നല്ല കണക്ഷനായിരുന്നു. ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവനുമായിട്ട് നല്ല കണക്ഷനാണ്. അപ്പം അതിൻ്റെയൊക്കെ പേരിലാണ് നമ്മൾ ആരോടെങ്കിലും സംസാരിച്ച ഉടനെ അവിടോട്ട് ഇതാക്കുക. അങ്ങനെ അവരെ എല്ലാം പിടിക്കുക. ഇങ്ങനെയൊക്കെ വലിയൊരു വല്ലാത്തൊരു ഇതാണ് ഇവന്മാർക്കുള്ളത്. മനസ്സിലായില്ലേ? ഇങ്ങനെ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുക. ഇതെല്ലാം കൂടുതലും എൻ്റെ അമ്മ വീട്ടുകാരാണ് ഇവന്മാർക്ക് ഈ സപ്പോർട്ട് കൊടുക്കുന്നത്. മെയിനായിട്ട് രാജമ്മ, പിന്നെ ഒരു ശാന്ത, പിന്നെ ലീല, അവൻ്റെ മോന്, പിന്നെ ഒരു ജലജ. ഇത്ര ആൾക്കാരാണ് ഈ ഇതായിട്ട് കൊടുക്കുന്നത്. വരുന്നുണ്ട് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ വരുന്നുണ്ട്. വേണ്ട വരികയാണവൻ. ഇങ്ങനെ വരും. ആൾമാറാട്ടം നടത്തി ഇങ്ങനെ വരികയാണവൻ. നമ്മുടെ വീട്ടിലോട്ട് വരുന്നതല്ല. മനസ്സിലായല്ലോ? ഇങ്ങനെ അവിടെ ഇവിടെ കൂടെ ഒന്ന് നടക്കുക. എന്നിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഉണ്ട് നടക്കുക. ഇങ്ങനെ വരുമ്പോൾ ഇങ്ങോട്ട് കയറിയാൽ നടക്കത്തുള്ളൂ. അങ്ങോട്ട് തേണ്ടി നിങ്ങൾ നടക്കുക. അങ്ങോട്ട് ഒരു പണിയില്ല. രാവിലെ അങ്ങ് ഇറങ്ങും. ഇപ്പം ഒരു 10ാമത്തെ വട്ടമാണ്. അങ്ങനെ കമൻറ്റ് പറയാതിരിക്കാൻ ഒക്കത്തില്ല. എന്തോ ആപ്പാ നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ് നാട്ടുകാരെ മുന്നിൽ വെച്ച് ഇവൻ എൻ്റെ ഭർത്താവാണ്. എൻ്റെ ഭർത്താവ് വെച്ചാൽ ഞാൻ ഇങ്ങനെ നടക്കേണ്ട കാര്യമൊന്നുമില്ല. പോയി കണ്ടു ഇങ്ങനെ എന്തോ ആപ്പാ. ഇതൊക്കെ തന്നെ ആപ്പ് പോലും ലവൾ പോകുന്നു. പലരും ഇങ്ങനെ പോവുക വരിക. നമ്മൾ നമ്മുടെ കാര്യമാണ് നോക്കുന്നത്. നമ്മളെക്കുറിച്ച് കഥകളുണ്ടാക്കുക അത് വേണ്ട. നമ്മൾ വളരെ സൈലൻ്റായിട്ട് നമ്മുടെ വീട്ടിലാരുമില്ല. ഇവർ വഴിയെ പോകുന്നതാണെന്ന് പിടിക്കുന്നതിന് ഒരു ആപ്പും ഇല്ല. മനസ്സിലായില്ലയോ? ആപ്പ് പോലും. ആപ്പ് ഫോട്ടോഗ്രാഫർ നിൽക്കുന്നു, മറ്റേ നിൽക്കുന്നു. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് പോകുന്നത് ഇവനാണ് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത്. അപ്പം ഇങ്ങനെ എൻ്റെ അമ്മ വീട്ടുകാരാണ് ഇവന്മാർക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത്. ജലജ, ശാന്ത, ഒരു രാജമ്മ, പിന്നെ ഇങ്ങനെ രാജേഷ് എന്ന് പറയുന്നവൻ. ഇവന്മാരൊക്കെയാണ് നമ്മളെ കൊടുക്കാൻ. ഈ പ്രീത എസ് പണിക്കർ ഇവന്മാരൊക്കെയാണ് ഇങ്ങനെ നടക്കുന്നത്. നമ്മൾ നമ്മുടെ വീട്ടിൽ മാനമര്യാദയ്ക്ക് ഇരിക്കുന്നു. മനസ്സിലായില്ലയോ? ഇവനിങ്ങനെ നമ്മളെ കാണുമ്പം ഇങ്ങനെ കമൻറ്റ് പറയണം, ചൊറിയണം. നമ്മൾ പതിയാണ് ഇങ്ങനെ പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് പോകുന്നു, ഇങ്ങനെ വരുന്നു. നമുക്ക് എല്ലാ അധികാരവും ഉണ്ട്. കാരണം ഇവൻ്റെ മോൻ ഇങ്ങോട്ട് കയറുന്നു എന്ന് കഥയുണ്ടാക്കുന്നു. കണ്ടവന്മാർ ഇങ്ങോട്ട് കയറുന്നു എന്ന് കഥയുണ്ടാക്കുന്നു. ആ കഥയൊന്നും ഇവിടെ ചിലവാകത്തില്ല. മനസ്സിലായില്ലേ? ഇവിടെ ചിലവാകത്തില്ല ഈ കഥകൾ. അത്രയേ ഉള്ളൂ. ഈ കഥകളൊന്നും ഇവിടെ ചിലവാകത്തില്ല. ഈ കഥകൾ ഇവിടെ ചിലവാക്കാൻ പറ്റത്തില്ല. അത് പ്രൂവ് ചെയ്യേണ്ട ഇത് എനിക്കുണ്ട്. എനിക്ക് അത് പ്രൂവ് ചെയ്യാൻ ഏതറ്റം വരെയും പോകാം. ഇവൻ്റെ ഫോട്ടോ എടുക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. ഇവൻ നമ്മളെക്കുറിച്ച് കഥകളൊന്നും ഉണ്ടാക്കണ്ട.